എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഹാമാൻ യഹൂദർക്കെതിരെ. ഇവയ്ക്ക് ശേഷം അഹസ്വേരോസ് രാജാവ് അഗാംഗോശനജനും ഹമ്മെദായുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി. അവനെ മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു. കൊട്ടാരവാതിക്കൽ ഉണ്ടായിരുന്ന സകല സേവകന്മാരും ഹാമാന്റെ മുൻപിൽ കുമ്പിട്ട് ആദരം കാണിച്ചു. അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദെഖായി മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല. കൊട്ടാരവാതിക്കലുള്ള സേവകന്മാർ മൊർദെഖായിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കരിക്കുന്നത്? പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമോ എന്ന് അറിയാൻ വിവരം അവർ ഹാമാനോട് പറഞ്ഞു. താൻ യഹൂദനാണെന്ന് മൊർദെഖായി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി. മൊർദെഖായിയുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി. മൊർദെഖായിയുടെ വംശമെന്ന് അവൻ പറഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരോസ് രാജ്യത്തിൽ നിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു. അഹസ്വേരോസ് രാജാവിന്റെ 12-ാം ഭരണവർഷം ആദ്യ മാസമായ നീസാൻ മാസം ഹാമാന്റെ മുൻപിൽ വെച്ച് അവർ ദിനം തോറും കുറിയിട്ട് 12-ാം മാസമായ ആദാർ വരെ അവർ 1 മാസവും മുടങ്ങാതെ അത് തുടർന്നു. പിന്നെ ഹാമാൻ അഹസ്വേരോസ് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെയിൽ നിന്ന് ഭിന്നമാണ്. അവർ രാജാവിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അവരെ വച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല. രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിന്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ 10,000 താലന്ത് വെള്ളി നൽകാം. അതനുസരിച്ച് രാജാവ് തന്റെ മുദ്രമോതിരം ഊരി യഹൂദരുടെ വിരോധിയും ഹമ്മദാദായുടെ മകനും അഗാഗ്യനുമായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട് പറഞ്ഞു, ആ ധനം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ. ആ ജനതയോട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. ആദ്യ മാസം 13-ാം ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹാമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജശാസനം എഴുതിയുണ്ടാക്കി. രാജപ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതതിന്റെ ലിപിയും ഓരോ ജനതയ്ക്കും അതതിന്റെ ഭാഷയിലും അഹസ്വേരോസ് രാജാവിന്റെ നിയമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്രവെച്ചു. സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിന്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു.